എല്ലാവർക്കും സോഴ്സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി +1 ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ക്ലാസ്. നമുക്കിനിയും അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴേ ഒന്ന് ആലോചിച്ച് സ്റ്റാർട്ട് ചെയ്ത് പഠിച്ച് തുടങ്ങിയാൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് നല്ല രീതിയിൽ കൂടെ മാർക്ക് കിട്ടുള്ളൂ. കാരണം ഈ എക്സാം ഇത്തിരി ടഫായിരിക്കും. ഇപ്പം നിങ്ങൾ എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത്ര ഈസി അല്ലാത്തതാണെന്ന്. ഇനി അതിനും വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല, അതേ റേഞ്ചിലുള്ള വേറെ ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എക്സാമിന് വന്നതിൻ്റെ കൃത്യമായിട്ട് ആ റേഞ്ച് എത്ര ആണെന്നുള്ളതും അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞ് വേണം പഠിക്കാൻ. ഞാനിപ്പോൾ ഈ ബോർഡ് എഴുതിയിരിക്കുന്ന 2 ചോദ്യങ്ങൾ നിങ്ങൾ എക്സാമിനേഷന് കണ്ടതാണ്. 6 മാർക്സ് ക്വസ്റ്റനിലെ ക്വസ്റ്റൻസ് ആയിരുന്നു ട്രിഗണോമെട്രിയിൽ നിന്നും. ട്രിഗണോമെട്രി ഇതേപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ക്വസ്റ്റൻസുകൾ കിടപ്പുണ്ട്. നിങ്ങൾ നല്ലപോലെ പഠിച്ചില്ലെങ്കിൽ ഇവൻ പിന്നെയും പണി തരും. എന്തായാലും അറിയാം, ട്രിഗണോമെട്രി എന്ന് പറയുന്നത് പ്രശ്നക്കാരാണ്. പക്ഷേ പഠിച്ച് വന്നാൽ ഈസിയായിട്ട് പഠിച്ച് പോകാൻ പറ്റും. പക്ഷെ അതേപോലെ കട്ടയ്ക്ക് നിൽക്കണം, എന്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ 2 ചോദ്യങ്ങൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ തിയറിയും കൂടെ പറഞ്ഞാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ പഠിച്ചു പോകാനുള്ള ടൈമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ലപോലെ പഠിച്ച് പോകാൻ പറ്റും. കാരണം +2ൻ്റെയും വലിയ ടെൻഷനൊന്നും ആയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ. അതുകൊണ്ട് ഈ സമയത്ത് വേണം ഇവനെ തുടങ്ങാൻ. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകൾ, നോട്ട്സുകൾ, ഇക്വേഷൻ ബുക്കിലെറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം തന്ന് എന്തൊക്കെയാണ് പഠിക്കണം എന്നുള്ള കൃത്യമായിട്ട് തന്നിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഇപ്പോൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ഫുൾ മാർക്കിന് അതിനുവേണ്ടിയുള്ള രീതിക്കുള്ള ക്ലാസ് ആയിരിക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കുക. 1 - tan square 15 ഡിവൈഡഡ് ബൈ 1 + tan square 15. നമ്മൾ അവിടുത്തെ ആദ്യം നോക്കുന്ന ഡിഗ്രിയെക്കുറിച്ച് ഇങ്ങനെ നോക്കിയില്ലേ, 15 ഡിഗ്രിയോ? ഞാനതൊന്നും പഠിച്ചിട്ട് പോലും ഇല്ലേ. 15 ഡിഗ്രി എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്ന ഡിഗ്രി 0, 30, 45, 60, 90 അല്ലേ. ഇവനെന്താണ് ഈ 15 കയറി വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ 15 ആയതുകൊണ്ട് തന്നെയല്ലേ പ്രശ്നം. അപ്പോൾ 15 വന്നതുകൊണ്ടെങ്കിൽ അതിന് വേറെ വഴിക്കൂടെ അവനെ ചെയ്യാനുള്ള വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ 15 എന്നുള്ളതിന് പകരം ഈ എക്സ് എന്നങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്ത് വായിക്കും മോനെ? 1 - tan square x ഡിവൈഡഡ് ബൈ 1 + tan square x. ഓക്കെ ആണോ? ഇവനെ കണ്ടുണ്ടോ എവിടെയെങ്കിലും ഈ വന്ന വഴിക്ക്? മീൻസ് +1ൻ്റെ യാത്രക്കിടയിൽ ഇവനെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ നോക്കിക്കുക. 1 - tan square x ബൈ 1 + tan square x. മോനെ ഇവനൊരു ഫേമസ് ഫ്രാക്ഷനാണ്, ഇയാളൊരു റിസൾട്ടാണ്. ഇങ്ങനെ എഴുതിയാൽ ഇതിനെ നമുക്ക് cos 2x എന്ന് എഴുതാം. ഓക്കെ, 1 - tan square x ഡിവൈഡഡ് ബൈ 1 + tan square x ബിക്കംസ് cos 2 times of x. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രാക്ഷനെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. ഇത് എഴുതുമ്പോൾ cos ആണ്, 2x ആണ് കേട്ടോ. ഇവിടെ എക്സുകളാണ് ഉണ്ടല്ലോ, ഇവിടെ എക്സുകളായപ്പോൾ അതിൻ്റെ 2 ടൈംസ് ആണ് ഇവിടെ എഴുതുന്നത് കേട്ടോ. × 2 ഈ എക്സ് ഇവിടെ കിടക്കുന്നതിൻ്റെ 2 ടൈംസ്. അങ്ങനെ വരുമ്പോൾ മോനെ ഈ എക്സ്പ്രഷനും ഈ എക്സ്പ്രഷനും നമ്മൾ കമ്പയർ ചെയ്താൽ ഇവിടെ രണ്ടിടത്തും 15കൾ, ഇവിടെ രണ്ടിടത്തും അതിൻ്റെ ഒരു എക്സ് ആയിരുന്നു. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? 15. അങ്ങനെയാണെങ്കിൽ 1 - tan square 15 ഡിവൈഡഡ് ബൈ 1 + tan square 15 എന്ന് പറയുമ്പോൾ കോസ് എങ്ങനെ എഴുതാമെന്ന്? 2x മോനെ. ഇവർ എക്സുകൾ ഇവിടെ എത്ര മോനെ? 2x എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇവിടുത്തെ എക്സ് അല്ലേ. അപ്പോൾ cos 2x എന്ന് പറയുമ്പോൾ 2 × 15. ഓക്കെ, വാട്ട് ഈസ് 2 × 15? cos 30. ഇപ്പോൾ നമുക്കറിയാമല്ലോ cos 30 ഇല്ലയോ? അറിയാവുന്ന ഞാനങ്ങ് പറഞ്ഞാൽ അറിയാമല്ലോ ഇല്ലയോ? എത്രയായിരുന്നു cos 30 വാല്യൂ? √3/2. ഓക്കെ, തീർന്നു. അപ്പോൾ അവനെ കഴിഞ്ഞു. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പം അടിപൊളിയാണ്, മനസ്സിലായല്ലോ അല്ലേ. നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്തിരി പ്രശ്നക്കാരൻ തന്നെയായിരുന്നു. ഇത് പക്ഷേ ചെയ്യാൻ എല്ലാവരെ കൊണ്ടും എക്സാമിനേഷന് പറ്റിയിട്ടില്ല. ഒരിക്കലും ആർക്കും കുറ്റം പറയാൻ പറ്റില്ല കുട്ടികളെ. കാരണം ഇത് ടെക്സ്റ്റ് ബുക്കിലില്ല, നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചുമില്ല അല്ലേ. അതുകൊണ്ട് തന്നെ പക്ഷേ നമുക്കിത് ഇച്ചിരി വർക്ക് ചെയ്ത് പഠിച്ച് വന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റി. അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കേട്ടോ. ഇവിടെ തന്നെ നോക്കിക്കേ, tan θ 1/2. ഓക്കെ, tan φ 1/3 അല്ലേ. പ്രൂവ് ദാറ്റ് θ + φ = π/4. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതിപ്പോൾ നമുക്ക് തീറ്റ ഞാനിന്ന് എക്സ് ആക്കി വായിക്കുകയാണ്. ഇയാൾ എക്സ്, ഇത് വൈ. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഇത് എക്സ് + വൈ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ tan x ഉണ്ട്, tan y ഉണ്ട്, x + y വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിച്ചാൽ tan of x + y. യെസ്, അതാണ് തുടങ്ങേണ്ടത്. ഓക്കെ, അവിടെയാണ് നമ്മളിവിടെ തുടങ്ങേണ്ട ക്വസ്റ്റ്യൻ. അപ്പോൾ tan θ 1/2 tan φ 1/3 ആണെങ്കിൽ θ + φ വാല്യൂ എപ്പോഴും ആരായിരിക്കും? π/4 or 45. അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് വി ഹാവ് എന്നാണ്. നമുക്കങ്ങ് അറിയാവുന്നതാണ് കേട്ടോ. നമുക്കറിയാവുന്നതാണ് വി ഹാവ് tan of
തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു, ഇങ്ങനെ നമ്മൾ തുടങ്ങേണ്ടത്. കാരണം ഞാൻ പറഞ്ഞു ടാൻ തീറ്റയുണ്ട്, ടാൻ ഫൈ ഉണ്ട്, തീറ്റ പ്ലസ് ഫൈ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ നമ്മൾ പഠിച്ചതുമായിട്ട് ഏകദേശം ഉള്ളത് ടാൻ ഓഫ് എ പ്ലസ് ബി ഓർ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ ടാൻ ഓഫ് തീറ്റ പ്ലസ് ഫൈ. വാട്ട് ഈസ് ടാൻ ഓഫ് തീറ്റ പ്ലസ് ഫൈ? ടാൻ ഓഫ് എക്സ് പ്ലസ് ഫൈ മാതിരി ദാറ്റ് ഈസ് ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ ഇൻറ്റു ടാൻ ഫൈ. ഇതാണ് ടാൻ ഓഫ് തീറ്റ പ്ലസ് ഫൈയുടെ എക്സ്പാൻഷൻ. ഇവിടെ തീറ്റ പ്ലസ് ഫൈ എത്ര എന്ന് പറയുന്നതുകൊണ്ടവനെ π/4. സോറി, അത് പ്രൂവ് ചെയ്യാനുള്ളതാണ്. തീറ്റ പ്ലസ് ഫൈയുടെ വില π/4 പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂ കൊടുക്കാം. വാട്ട് ഈസ് ടാൻ തീറ്റ എത്ര മനെ? 1/2. ടാൻ ഫൈ എത്ര മനെ? 1/3. വാല്യൂസ് കൊടുക്കാൻ പോവാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂ കൊടുക്കാൻ പോവാ. നമുക്ക് ഈ തീറ്റ പ്ലസ് ഫൈയുടെ ആൻസർ π/4 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ടാൻ തീറ്റ എത്ര മനെ? 1/2. ശ്രദ്ധിച്ചിരിക്കണം, 1/2 പ്ലസ് 1/3 ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 1/3. കണ്ടല്ലോ, ടാൻ തീറ്റ 1/2, ടാൻ ഫൈ 1/3, 1 മൈനസ് ടാൻ തീറ്റ ഇൻറ്റു ടാൻ/2 മീൻസ് 1/2 ഇൻറ്റു 1/3. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് നോക്കിക്കുക, ഒരു 1/2 ഇൻറ്റു 1/3 എത്ര മനെ? 1/2 ഇൻറ്റു 1/3 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 3 എത്ര? 6. അപ്പോൾ ന്യൂമറേറ്റർ ഞാൻ അതേപോലെ എഴുതുവാണേ, 1/2 പ്ലസ് 1/3 ബൈ 1 മൈനസ് 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 3 6. ഇങ്ങനെ കിട്ടി. ഇനി ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫ്രാക്ഷൻസ് ആയതുകൊണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണേ. ദാറ്റ് ഈസ് 3 ഇൻറ്റു 1 എത്ര മനെ? 3. 2 ഇൻറ്റു 1 എത്ര മനെ? 2 ബൈ 2 ഇൻറ്റു 3 എത്രയാണ്? 6. അവിടെ കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. 3 ഇൻറ്റു 1 3, 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 3 6. ഇവിടെ 1ൽ ഞാനൊന്ന് 1/1 എന്ന് എഴുതി കഴിഞ്ഞാൽ 6 ഇൻറ്റു 1 എത്ര മനെ? 6 മൈനസ് 1 ഇൻറ്റു 1 1 ബൈ 1 ഇൻറ്റു 6 6. അപ്പോൾ താഴെയും മണ്ടയ്ക്ക് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തു. ഇപ്പോൾ വേണം ഈ 6നെ നമുക്ക് അങ്ങ് ക്യാൻസൽ ആക്കി കളയാം. കോമൺ കണ്ടോ, ഹോൾ ബൈ 6 ഹോൾ ബൈ 6 രണ്ട് ഫ്രാക്ഷൻസിൻ്റെയും കോമൺ ഡിനോമിനേറ്ററാണ് 6 വെട്ടി കളഞ്ഞു. ബാക്കി ആരൊക്കെയുണ്ട് മനെ? 3 പ്ലസ് എത്ര? 5. 6 മൈനസ് 1 എത്ര മനെ? 5. ആൻസർ ആരെ കിട്ടി? 1. ഓക്കെ, അപ്പോൾ ടാൻ ഓഫ് തീറ്റ പ്ലസ് 5 1. ടാനിൻ്റെ ടേബിളിൽ 1 പഠിച്ചിട്ടുണ്ട് അല്ലേ? ടാൻ ഏത് ഡിഗ്രിക്കാണ് മനെ 1 എന്ന് കിട്ടുന്നത്? ടാൻ എത്രയായിരുന്നു? എളുപ്പം പറ. 45. ശരിയല്ലയോ? ടാൻ 45. അപ്പോൾ നോക്കിക്കേ, ടാനുള്ളിൽ കിടക്കുന്ന ഈ തീറ്റ പ്ലസ് 5 ഏത് ഡിഗ്രി വരുമ്പോഴാണ് മോനെ 1 കിട്ടുന്നത്? അപ്പോൾ 45. അപ്പോൾ ഈ തീറ്റ പ്ലസ് 5യുടെ വാല്യൂ ആരായിരിക്കണം? 45. ശരിയല്ലേ? ടാൻ 45 1. അല്ലാതെ ഇവിടെ 60 എഴുതിക്കൊണ്ട് 1 കിട്ടുമോ? ഇല്ല. അപ്പോൾ തീറ്റ പ്ലസ് 5യുടെ വാല്യൂ എന്തായേ പറ്റൂ? 45. അപ്പോൾ നമുക്ക് എഴുതാം, therefore theta plus 5 is equal എത്ര മനെ? 45 degree. That can be converted to radian. We get π/4. തീർന്നു. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇവനാണ് നമ്മുടെ മാർക്ക് കളഞ്ഞത്. ഇതൊക്കെ ആണെങ്കിലും പലരും ചെയ്ത് കാണാൻ വളരെ വളരെ സാധ്യത കുറവായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ വേറെയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇനി ഈ ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോയി എക്സാമിന് വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട, വേറെ വരും. ഇവനേക്കാളും കാടത്ത് വെട്ടുന്ന ഏതാ കടുവയെ പിടിക്കുന്ന കിടുവ എന്നൊക്കെ പറയുന്ന പോലെ ഇവനിലും അടിപൊളിയായിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസുകളുണ്ട്. അതൊക്കെ നമ്മൾ ഈ വർഷം നിങ്ങൾക്ക് തന്നായിരിക്കും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം ഫുൾ മാർക്കാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. മാക്സിമം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഉറപ്പായിട്ട് മക്കളെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനുള്ള മെത്തേഡുകളൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.